കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ പരസ്പരം പോരുവിളിച്ച ഗവർണറും എസ് എഫ് ഐ ഗുണ്ടാ സംഘടനയാണ് എന്നും ക്രിമിനലുകളാണ് പ്രതിഷേധം നടത്തുന്നത് എന്നുമായിരുന്നു സെമിനാറിന് എത്തിയ ഗവർണറുടെ വാക്കുകൾ. അപ്രിയകരമായി ചോദ്യം ചോദിച്ച മാധ്യമങ്ങളോട് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സെമിനാർ ഹാളിലേക്ക് കയറിയത്. There may be 200 criminals. All of them have not yet come. What is important about it? I have been in the Calicut city for more than 2 hours. Why not a single person came there? And I was walking. They are coming. Chief Minister is sending them under police protection. They are hundas. They are not students. Only SFI has students. Other students are not there. Sir, how can you say that students are gundas? How can you say that students are gundas? I'm saying not students. SFI is an organization of gundas. This is what they do. Still they stand firm in their protest. Fine. Let them be. Criminals, murderers, they are always firm. What is special about it? Was I walking on the roads of Calicut for 2 hours or not? Was there a single person who protested? They are deliberately saying that they are conducting a demonstration. Why are you provoking the students? Why are you provoking students? Get lost. How can you say that? Get lost. അതേസമയം കറുത്ത വസ്ത്രങ്ങളും കരിങ്കൊടിയും കറുത്ത ബലൂണുമായി എത്തിയ നിരവധി SFI പ്രവർത്തകർ ഗവർണർക്കെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി. സെമിനാർ ഹാളിലെത്തിയ ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ മതിൽ ചാടിക്കടന്നെത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഗവർണർ കൊലയാളിയാണെന്നും പ്രതിഷേധം കണ്ടില്ലെന്ന് പറഞ്ഞ് ഗവർണറെ പ്രതിഷേധം കാണിച്ചു കൊടുക്കുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പറഞ്ഞു. അദ്ദേഹം നിങ്ങൾക്കുള്ള ഒരു മാനാഞ്ചിറയിലേക്കും മിഠായി തെരുവിലേക്ക് പോവുക മാത്രമല്ല, ഒരു മനുഷ്യരെ കൊലപ്പെടുത്തുന്നവരുണ്ടായി. അപ്പൊ കൊലയാളിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ കൊലയാളിയാണ്. അയാളുടെ പേക്കൂത്തും ഭ്രാന്തും കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യരെ കൊന്നതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ കൊലയാളിയെ ഈ നാട് തിരിച്ചറിയുമെന്നുള്ളതാണ് ഞങ്ങൾ സമരം. അല്ല, ഞങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കുമെന്നുള്ളത് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രതിഷേധം ശക്തമാക്കും. ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള സമരം ഉണ്ടാവും. അല്ല, അദ്ദേഹം ബഹുമാനപ്പെട്ട കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ അദ്ദേഹം പ്രതിഷേധം കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ പ്രതിഷേധം കാണിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടുള്ളൂ. അല്ല, അദ്ദേഹത്തെ കാണിക്കുന്ന നിലയിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും. ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രചാരകൻ എന്ന വിഷയത്തിൽ സനാതന ധർമ്മപീഠവും ഭാരതീയ വിചാര കേന്ദ്രവും സംഘടിപ്പിച്ച സെമിനാറിൽ അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്ന വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിട്ടുനിന്നു. എന്നാൽ സെമിനാറിൽ VC പങ്കെടുക്കാത്തതിനെക്കുറിച്ച് അറിയില്ല എന്ന് ഗവർണർ പറഞ്ഞു. ഇക്കാര്യം VC വിശദീകരിക്കട്ടെ എന്നും സെമിനാറിന് ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചു. രാജ്ഭവന് മുമ്പിൽ പ്രതിഷേധ ബോർഡുകൾ ഉയർത്തി SFI. ഗവർണർക്കെതിരായി മുദ്രാവാക്യങ്ങൾ എഴുതിയ ബോർഡുകളാണ് തിരുവനന്തപുരത്ത് രാജ്ഭവന് സമീപവും പാതയോരങ്ങളിലും പ്രവർത്തകർ സ്ഥാപിച്ചത്. പ്രതിഷേധം തുടരുമെന്ന് നേരത്തെ SFI നേതാക്കൾ അറിയിച്ചിരുന്നു. DYFIയും ഗവർണർക്കെതിരെ രംഗത്തു വന്നിട്ടുണ്ട്. എവിടെ സിറ്റി എല്ലായിടത്തും ഉണ്ടോ? ഇത് ബോർഡ് നമ്മൾ GH മുതൽ ഇങ്ങോട്ട്
മുഴുവൻ ഭാഗത്തേക്കും കെട്ടാൻ വേണ്ടി നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി ബാനറുകളൊക്കെ കൃത്യമായി കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാലയിൽ സ്ഥാപിച്ച ബോർഡുകളൊക്കെ എടുത്തു മാറ്റിച്ചിരുന്നു. മാറ്റിയാൽ നമ്മൾ വീണ്ടും കെട്ടും. അങ്ങനെ അത് സംസ്ഥാന സെക്രട്ടറി കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. 2 മാറ്റിയാൽ 100 കെട്ടും, 100 മാറ്റിയാൽ 1000 കെട്ടും. നമ്മൾ അതും വേറെ തർക്കമൊന്നുമില്ല. സർക്കാരുമായി ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ സുരക്ഷ വേണ്ടെന്ന് പ്രഖ്യാപിച്ച് കോഴിക്കോട് നഗരത്തിൽ ഗവർണർ. മാനാഞ്ചിറ, മിഠായി തെരുവ് തുടങ്ങി തിരക്കേറിയ സ്ഥലങ്ങളിലെത്തിയ ഗവർണർ 3/4 മണിക്കൂറിനടുത്ത് അവിടെ ചെലവഴിച്ചു. വിദ്യാർത്ഥികളുമായും പൊതുജനങ്ങളുമായും സംവദിച്ച ഗവർണർ അടുത്തെത്തിയവർക്കൊപ്പം സെൽഫിയും എടുത്തു. മിഠായി തെരുവിലെ സ്റ്റാളിൽ കയറിയ ഗവർണർ ഹൽവയും രുചിച്ചാണ് മടങ്ങിയത്. ഒരു പീസ് ഞാനോ ഒരു ചെറിയ പീസ് സ്മോൾ പീസ് മഹാത്മാഗാന്ധി സർവകലാശാലയിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധം. സർവകലാശാലകൾ ഗവർണറുടെ പൈതൃക സ്വത്തല്ല എന്ന ബാനർ ഉയർത്തി SFIയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. SFI സംസ്ഥാന കമ്മിറ്റി അംഗം മെൽവിൻ ജോസഫ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസ് ഇലക്ഷന്റെ കൊട്ടിക്കലാശത്തിനിടെയായിരുന്നു പ്രതിഷേധം. പ്രസിഡന്റ് അഖിൽ P. മാധവ്, സെക്രട്ടറി ആൽബിൻ തോമസ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ഗവർണറുടെ വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകുകയാണ് സർക്കാർ. ഗവർണർ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നും കേന്ദ്രത്തിന്റെ പ്രതിനിധികളുമായി ആലോചിച്ചാണ് ഗവർണറുടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. ഒപ്പം കേന്ദ്ര സംസ്ഥാന ബന്ധം വഷളാകേണ്ടെങ്കിൽ തിരുത്താൻ നടപടി വേണമെന്നും മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പുണ്ട്. നമ്മുടെ നാടിനോട് പൊതുവായ എതിർപ്പ് BJPക്കുണ്ട്. BJPക്ക് ആ എതിർപ്പിന് ഇടയാക്കിയിട്ടുള്ളത് രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ എടുത്താൽ കേരളത്തിൽ വലിയ തോതിൽ അവർക്ക് സ്ഥാനം ലഭിക്കുന്നില്ല, സ്വീകാര്യതയില്ല. കേരളീയ മനസ്സ് അവരെ സ്വീകരിക്കുന്നില്ല. അപ്പോൾ കേരളീയ മനസ്സ് സ്വീകരിക്കാത്തതിന് കേരളത്തോട് വിരോധമായിട്ട് വരികയാണ്. ആ വിരോധമാണിപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രകടിപ്പിക്കുന്ന വിരോധത്തിൻ്റെ ഏറ്റവും വലിയ വക്താവായിട്ടാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും വന്നിട്ടുള്ളത്. ഇപ്പോൾ ബ്ലഡി കണ്ണൂർ എന്ന് പറയാൻ എന്താ കാരണം? അതിൽ ഇന്നലെ ഞാൻ പൊതുയോഗങ്ങളിൽ പറഞ്ഞതുണ്ട്. അതിന് പുറമേ ഒരു കാരണവും കൂടിയുണ്ട്. അതിനകത്ത് നാം കാണേണ്ടത് കണ്ണൂരായിരുന്നു ഒരു പരീക്ഷണശാലയായിട്ട് നേരത്തെ RSS എടുത്തത്. കേരളത്തിലെ RSSൻ്റെ ഒരു തുടക്കം മുതലേ ഉള്ളൊരു കേന്ദ്രം, അവരുടെ തുടക്കകാലത്ത് തന്നെ അവർ തുടങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് തലശ്ശേരി. അവിടെ പക്ഷേ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമൊന്നുമില്ല. അവിടെ അവരൊരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അത് നേരത്തെയുള്ള ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടൊരു വർഗീയ കലാപത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കൂട്ടി. കണ്ണൂർ പരാമർശം ആയുധമാക്കുന്ന CPIന് മറുപടി പറയാനും ഗവർണർ മറന്നില്ല. കണ്ണൂരിലെ ആക്രമണങ്ങൾക്ക് കാരണം ആരെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഗവർണർ പറഞ്ഞു. കണ്ണൂരിനെ കുറിച്ച് ഗവർണർക്ക് എന്ത് അറിയാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. ഇടവേള. Criminals, out and out criminals, hired by Chief Minister. He pays them, and it is because Chief Minister has sent them. He wants me. Why he is sending them? Because he feels now control of the university after the judgment of the Honorable Supreme Court has gone out from their hands, and they were abusing everything in the universities. That control has gone away now. Therefore, they want to frighten me. I'm not one who is. I have already told you. For me, the ideal personality is Swami Vivekananda. And he said, "Face the brutes, face the terrible, and face them boldly. And if they, like monkeys, they will fall back. If you cease to flee from them." I am not one who will flee. And morning when I went to Calicut city, I told them no police personnel, even on the sides. And I walked more than a kilometer and see the footage. How people were loving, how they were affectionate, how they were showering their
their love on me. So they are the protesters. They are not protesters. They are Vice Chancellor yesterday told me most of them are not even students. Yeah, this is what Vice Chancellor has said. Law and order situation, I have told you, apart from law and order, state is in the grip of financial emergency. So your visit was a reply നിയമസഭാ കയ്യാങ്കളി കേസിൽ UDFിനെ പ്രതിരോധത്തിലാക്കാൻ സർക്കാർ 4 മുൻ UDF MLAമാരെ പ്രതി ചേർത്തു. ഗീതാ ഗോപി നൽകിയ പരാതിയിലാണ് നടപടി. മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തുടരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. 2015 മാർച്ച് 13 ധനമന്ത്രി KM മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ നിയമസഭയിലുണ്ടായ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ടാണ് മുൻ UDF MLAമാരെയും പ്രതിക്കൂട്ടിലാക്കാനുള്ള സർക്കാർ നീക്കം. നാട്ടിക MLA ആയിരുന്ന ഗീതാ ഗോപിയുടെ പരാതിയിൽ UDF MLAമാരായിരുന്ന ശിവദാസൻ നായരെ 1-ം പ്രതിയും ഡൊമിനിക് പ്രസന്റേഷൻ, MA വാഹിദ്, AT ജോർജ് എന്നിവരെ കൂട്ടുപ്രതികളാക്കിയുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 34, 323, 341 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസ്. 1 മാസം മുമ്പ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് 2 ദിവസം മുമ്പാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. 1-ം പ്രതിയായ ശിവദാസൻ നായർ ഗീതാ ഗോപിയെ ബോധപൂർവം തള്ളിത്താറിയിട്ടെന്നും മറ്റ് 3 പേരും ചേർന്ന് ഗീതയെ തടഞ്ഞുവെച്ചെന്നുമാണ് FIRലെ പരാമർശം. വീഴ്ചയിൽ ഗീതാ ഗോപിയുടെ നടുവിന് ക്ഷതമേറ്റെന്നും FIRൽ പറയുന്നു. നേരത്തെ നിയമസഭാ സെക്രട്ടറിയുടെ പരാതിയിൽ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മന്ത്രി V ശിവൻകുട്ടി അടക്കം പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കി കേസ് ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് 8 വർഷത്തിന് ശേഷം UDF MLAമാരെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള സർക്കാർ നീക്കമെന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. നവകേരള സദസ്സിന്റെ ഫണ്ട് സമാഹരണത്തിൽ സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. പരസ്യം വഴി ഫണ്ട് സമാഹരിക്കുന്നതിന് സ്റ്റേ ആണിപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലാ കളക്ടർമാർ പരസ്യം വഴി ഫണ്ട് സമാഹരിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞു. ഫണ്ട് സമാഹരണം മാർഗനിർദ്ദേശങ്ങൾ ഇല്ലാതെയാണ് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. യൂത്ത് കോൺഗ്രസിനെതിരായ ഗൺമാന്റെ അതിക്രമത്തിൽ വിചിത്ര മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൺമാൻ ആരെയും മർദ്ദിച്ചിട്ടില്ലെന്നും ദൃശ്യങ്ങൾ താൻ കണ്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമയം കഴിഞ്ഞാൽ വാർത്താസമ്മേളനം അവസാനിപ്പിക്കാറുണ്ട്. അത് വലിയ സംഭവമായി അവതരിപ്പിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എൻ്റെ ഗൺമാൻ ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബസ്, ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടി വന്നവരെ അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു. അവരാണ് അവരെ തള്ളി മാറ്റുന്നതായിട്ട് കണ്ടത്. അവർ തള്ളി മാറ്റി തന്നെയായിരുന്നു. നവകേരള ബസ്സിന് നേരെ കരിങ്കൊടി വീശിയ ഭിന്നശേഷിക്കാരനായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ നടത്തിയ പ്രതിഷേധത്തെ പരിഹസിച്ച LDF കൺവീനർ EP ജയരാജൻ. മർദ്ദനത്തിന് വരുന്ന സമയത്ത് കാലുണ്ടോ കൈയുണ്ടോ എന്ന് ആരും നോക്കില്ല. വികലാംഗൻ എന്തിനാണ് കറുത്ത കൊടിയും കൊണ്ട് നടക്കുന്നത്? നടക്കാൻ വയ്യാത്ത പാവത്തെ കൊടിയുമായി അയച്ചത് തെറ്റാണ് എന്നും ഇതെല്ലാം നിരാശ ബാധിച്ച കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ പണിയാണ് എന്നും അദ്ദേഹം പരിഹസിച്ചു. മർദ്ദനത്തിന് വരുന്ന അവസരത്ത് കാലുണ്ടോ കൈയുണ്ടോ എന്നൊന്നും ആരെങ്കിലും നോക്കുമോ? പോലീസ് ലാത്തി ചാർജിൽ ഈ വികലാംഗനെതിരായി കറുത്ത കൊടിയും കൊണ്ട് നടക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വികലാംഗൻ്റെ പടിയാണോ ഈ വികലാംഗത്വം കൊണ്ട് കൊടിയും പിടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ കാറിന് മുമ്പിലേക്ക് പോലെ? വയനാട് വാഗേരിയിൽ യുവ കർഷകന്റെ ജീവനെടുത്ത നരഭോജി കടുവ ഒടുവിൽ കൂട്ടിലായി. 10 ദിവസം പൂർത്തിയാകുമ്പോഴാണ് കൂടല്ലൂർ സ്വദേശി പ്രജീഷിനെ കടിച്ചുകൊന്ന സ്ഥലത്തിന് സമീപത്തെ കാപ്പിത്തോട്ടത്തിൽ വെച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. കടുവയെ വെടിവെച്ചു കൊല്ലണം എന്ന ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച ജനങ്ങളെ അനുനയിപ്പിച്ച ശേഷം കടുവയെ സുൽത്താൻ ബത്തേരി കുപ്പാടിയിലെ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റി. ജിൻസ്, നിലവിൽ കടുവയെ വെടിവെച്ച് കൊല്ലില്ല എന്നുള്ളതാണ് പുതിയ വിവരം. അതിൽ ജനങ്ങൾ വലിയ പ്രതിഷേധമായിരുന്നു ഉയർത്തിയത്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കൂടല്ലൂർ കോളനി കവലയ്ക്ക് സമീപത്തുള്ള ഏറ്റവും ആദ്യം സ്ഥാപിച്ച 1ാമത്തെ കൂട്ടിൽ ഈ കടുവ കുടുങ്ങിയത്. കഴിഞ്ഞ 10 ദിവസമായി ഈ കടുവയ്ക്കുള്ള തിരച്ചിൽ പുരോഗമിക്കുകയായിരുന്നു. ഉത്തരമേഖല CCF KSDBയുടെ മേൽനോട്ടത്തിലുള്ള സംഘം നടത്തിയ ദൗത്യമാണ് ഇപ്പോൾ ലക്ഷ്യം കണ്ടിരിക്കുന്നത്. ഈ പ്രജീഷിന്റെ ജീവനെടുത്ത WW45 എന്ന നരഭോജി കടുവ തന്നെയാണ് കൂട്ടിലായതെന്ന്
വനംവകുപ്പ് സ്ഥിരീകരിച്ചു. ഇതോടെ വലിയ ജനരോഷമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യമേ ജനങ്ങൾ ഈ നരഭോജിയായിട്ടുള്ള കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയായിരുന്നു ഉറച്ചു നിന്നത്. ഈ കർഷകനെ കൊന്ന ഈ കടുവയെ വെടിവെക്കാതെ ഈ കടുവയെ മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ ജനങ്ങൾ ഈ തോട്ടത്തിനടുത്ത് തന്നെ പ്രതിരോധിക്കുകയായിരുന്നു. അതിനുശേഷം പ്രതിഷേധിച്ച 5 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനൊടുവിലായിരുന്നു ഈ കടുവയെ ഈ ബത്തേരിയിലെ കുപ്പാടി പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ വനംവകുപ്പിന് കഴിഞ്ഞത്. മണിക്കൂറിൽ നീണ്ട സംഘർഷമുണ്ടായിരുന്നു ഈ പ്രദേശത്ത്. ബത്തേരി MLA IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളടക്കം ഈ പ്രദേശത്ത് വരികയും വനംവകുപ്പുമായി പലതവണ ചർച്ച നടത്തിയെങ്കിലും തീരുമാനമാവുകയായിരുന്നു. പിന്നീട് 5 മണിക്കൂർ നീണ്ട ഒരു പരിശ്രമത്തിലായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുക്കാതെ ജനങ്ങളെ മാറ്റിക്കൊണ്ട് ഈ കടുവയെ ഈ ബത്തേരിയിലെ കടുവ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. എന്തായാലും ഈ കൂട്ടിൽ കുടുങ്ങിയ കടുവയ്ക്ക് മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും നാളെ ഈ കടുവയുടെ ആരോഗ്യനില പരിശോധിക്കുന്നതിനായി വിദഗ്ധ സംഘം പരിശോധിക്കും എന്നുള്ള കാര്യമാണ് അറിയുന്നത്. വിശദാംശങ്ങളാണ് ജിൻസ് നൽകിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് നാളെ തുറക്കും. ജലനിരപ്പ് 137.5 അടി ആയതിനെ തുടർന്നാണ് സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തുന്നത്. രാവിലെ 10 മുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കും. പരമാവധി 10,000 ക്യുസെക്സ് വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കും. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. സന്നിധാനത്ത് ഭക്തജന തിരക്ക് ഏറി. മഴ മാറി അന്തരീക്ഷം തെളിഞ്ഞത് തീർത്ഥാടകർക്ക് ആശ്വാസമായി. പമ്പ മുതൽ സന്നിധാനം വരെ ഭക്തരെ നിശ്ചിത കേന്ദ്രങ്ങളിൽ നിയന്ത്രിച്ചുകൊണ്ടാണ് കയറ്റിവിടുന്നത്. ശബരിമല സന്നിധാനത്ത് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് തിരക്കേറിയ ദിവസമാണ് ഇന്ന്. ഇന്നലെ മഴ കാരണം ഒട്ടേറെ അയ്യപ്പന്മാർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് സാഹചര്യങ്ങൾ മാറി, മഴ പെയ്തിട്ടില്ല, ശാന്തമായ അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തേക്കാൾ അയ്യപ്പന്മാർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ലഭ്യമായ കണക്കനുസരിച്ച് വൈകുന്നേരം 7 മണിവരേക്ക് 60,000-ലധികം പേർ സന്നിധാനത്തെത്തി 18-ാം പടി ചവിട്ടിയെന്നാണ് പോലീസ് പറയുന്നത്. രാത്രിയും ഒരുപാട് അയ്യപ്പന്മാർ എത്തും എന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട്. കാരണം പമ്പയിൽ നിന്നും നിയന്ത്രണങ്ങൾ അയ്യപ്പന്മാർക്ക് സന്നിധാനത്തേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ഇടങ്ങളിൽ നിയന്ത്രിച്ചു തന്നെയാണ് അയ്യപ്പന്മാരെ മുകളിലേക്ക് കയറ്റിവിടുന്നത്. കാരണം ഇന്നലെ എത്താത്ത അയ്യപ്പന്മാർ, അതിനു പുറമെ ഇന്ന് എത്തുമെന്ന് കണക്ക് കൂട്ടിയ ഒരു 90,000-ലധികം അയ്യപ്പന്മാർ. അതുകൊണ്ട് തന്നെ ഒരു വലിയ തിരക്ക് രാത്രി ഉണ്ടാകുന്ന കണക്കുകളിൽ തന്നെയാണ് അധികൃതരുള്ളത്. നിലവിൽ തിരക്കുണ്ടെങ്കിലും ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പമ്പയിൽ സന്നിധാനത്തെത്താൻ 6 മണിക്കൂറിലധികം സമയമെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. KP ധനേഷിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കനത്ത മഴയെ തുടർന്ന് തെക്കൻ തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ വെള്ളപ്പൊക്കം. കന്യാകുമാരി, തിരുനെൽവേലി, തെങ്കാശി, തൂത്തുക്കുടി ജില്ലകളിലാണ് മഴ കനത്ത നാശം വിതച്ചത്. മേഖലയിൽ വ്യാപകമായി കൃഷിനാശം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത 7 ദിവസത്തേക്ക് ഈ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെന്തൂർ, സാത്താൻകുളം പ്രദേശങ്ങളിൽ മഴ മാപിനികളിൽ 606 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. 4 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രമുഖ ഐസ്ക്രീം നിർമ്മാതാക്കളായ മെഴ്സിലീസിന് ഫുഡ് പ്രോ 23-ന്റെ ആദരം. എറണാകുളത്ത് നടന്ന ഫുഡ് പ്രോ 23 കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി പശുപതി കുമാർ പരാസിൽ നിന്ന് മെഴ്സിലീസ് ചെയർമാനും MD-യുമായ ജോസഫ് M കടമ്പുക്കാട്ടിൽ ആദരം ഏറ്റുവാങ്ങി. പ്രീബയോട്ടിക് ഫൈബറും പ്രോബയോട്ടിക് കൾച്ചറും കലർന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഐസ്ക്രീം നിർമ്മാതാക്കളാണ് മെഴ്സിലീസ്. ഫുഡ് പ്രോ 23 ലഭിച്ച അംഗീകാരം മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാണ് എന്ന് മെഴ്സിലീസ് ചെയർമാനും MD-യുമായ ജോസഫ് M കടമ്പുക്കാട്ടിൽ പറഞ്ഞു. ബയോട്ടിക്കും പ്രീബയോട്ടിക്കും ചേർത്ത ഒരു ഐസ്ക്രീമിന് കേന്ദ്രത്തിൻ്റെ ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ 25 കൊല്ലം മുമ്പ് തുടങ്ങിയ ഐസ്ക്രീമിന് കേരളത്തിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. കാരണം ഒന്ന് ഐസ്ക്രീമും ഫ്രോസൺ ഡെസർട്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കേരള മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ. പിന്നീട് നാച്ചുറൽ കളറും ഫ്ലേവറും കേരളത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു.
മൂന്നാമതാണ് നമ്മളുടെ ഈ പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും കൂടി ചേർന്ന ഐസ്ക്രീമോടുകൂടി ലോകത്തെ ആദ്യത്തെ തന്നെ ഒരു റെസിപ്പി ആയിരുന്നു അത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ കോഴിക്കോട് ഷോറൂം ആർട്ടിസ്ട്രി സ്റ്റോറിൽ ബ്രൈഡ് ഓഫ് ഇന്ത്യ ഷോ ആരംഭിച്ചു. ഈ മാസം 30 വരെ നടക്കുന്ന പ്രദർശനം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ചെയർമാൻ MP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വിവാഹം പവിത്രമായ ചടങ്ങാണ്. ഓരോ വധുവിൻ്റെയും വിവാഹ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പ്രദർശനം ഒരുക്കിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. സ്വർണം, വജ്രം, പോൾക്കി, രത്നക്കല്ലുകൾ എന്നിവയിൽ നിർമ്മിച്ച എൻഗേജ്മെൻറ്റ് മോതിരങ്ങൾ, താലികൾ, വിവാഹാഭരണങ്ങൾ എന്നിവയുടെ ഏറ്റവും വലിയ ശേഖരം പ്രദർശനത്തിലുണ്ട്. ചടങ്ങിൽ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ വീരാൻകുട്ടി KP, ഷരീസ് VS തുടങ്ങിയവർ പങ്കെടുത്തു. ഗുജറാത്തി ബ്രൈഡ് ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള ബ്രൈഡുകൾ പരിപാടിയിൽ അണിനിരന്നു. ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുള്ള പല ടൈപ്പ് ഓഫ് ബ്രൈഡ് അണിയുന്ന ആഭരണങ്ങൾ, വിവിധ ഡിസൈനുകൾ പ്രസൻറ്റ് ചെയ്യുക, വിവിധ ആഘോഷങ്ങൾ, വിവിധ കൾച്ചറുകൾ, വിവിധ ആചാരങ്ങൾ, അത് ഞങ്ങൾ ഷോക്കേസ് ചെയ്യുകയാണ് ബൈഡ്സ് ഓഫ് ഇന്ത്യയിൽ കൂടി ചെയ്തിട്ടുള്ളത്. സ്വർണ്ണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. താരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. താരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5750 രൂപ, പവൻ 46,000, വെള്ളി ഗ്രാം 80, കിലോ 80,000, പ്ലാറ്റിനം ഗ്രാമിന് 3364 രൂപ. താരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. താരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം.